അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന തീരുമാനം കാത്ത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും. വിഷയത്തിൽ കടുത്ത എതിർപ്പാണ് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ശശി തരൂരിന്റെ നിലപാടിലും കടുത്ത അതൃപ്തിയാണ് ലീഗിലുള്ളത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന നിലപാട് വ്യക്തമാക്കും മുമ്പാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ പരസ്യമായി എതിർപ്പുയർത്തുന്നത്. ആ പ്രതിഷേധം ഭയന്നുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഇങ്ങനെ പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം എംപിമാരെ നൽകുന്ന യു.പിയിൽ സഖ്യത്തിന് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് നയിക്കുന്നതെങ്കിലും യു.പിയിൽ നയിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ്. ആ സമാജ്വാദി പാർട്ടി പങ്കെടുക്കുന്നത് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും പങ്കെടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. എന്നാൽ വിഷയത്തിൽ ശശി തരൂരിന്റെ പ്രസ്താവന ലീഗിനെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ്. ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ വേദിയായി കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അവരൊരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്? അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ തലയിലിട്ട കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കൈയൊഴിയുകയാണ്. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അറിയിച്ചിട്ടില്ലോ. അത് മുരളിയോട് ചോദിക്ക്. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കുക. എന്തായാലും കോൺഗ്രസ് പെട്ടിരിക്കുന്നത് വലിയ കെണിയിലാണ്. ലീഗും മറ്റ് മുസ്ലിം സംഘടനകളും ഒപ്പം നിന്നില്ല എങ്കിൽ അത് കേരളത്തിലെ UDFന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും. അതിനാൽ തന്നെ കരുതലോടെയാകും കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിക്കുക. ജനം, കോഴിക്കോട്.